റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യൻ ആയുധങ്ങളിൽ ആകൃഷ്ടരാണ്. അതുപോലെ തന്നെ അവിടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 5ാം തലമുറ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വികസിപ്പിക്കുന്ന തിരക്കിലാണ് റഷ്യ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അർക്തൂർ എന്ന പുതിയൊരു പേരാണ് ഈ ഒരു അന്തർവാഹിനിക്ക് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതോടുകൂടി തന്നെ ഇന്ത്യ ആ വിപണിയിലടക്കം തന്നെ റഷ്യയുടെ ആയുധങ്ങൾക്ക് വൻ ഡിമാൻഡുള്ള സാഹചര്യത്തിൽ പോലും മറ്റ് രാജ്യങ്ങൾ എങ്ങനെ ഇവയെ സ്വീകരിക്കുന്നു എന്നതിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള വകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രശസ്തമായ റൂബിൾ സെൻട്രൽ ഡിസൈൻ ബ്യൂറോയുടെ 125ാം വാർഷിക ആഘോഷങ്ങൾക്കിടയിലാണ് റഷ്യൻ നാവിക ബോർഡ് ചെയർമാൻ നിക്കോളായ് പത്വേഷ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2025 മെയ് മാസത്തിൽ ആരംഭിച്ച രഹസ്യ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ അന്തർവാഹിനിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. സാങ്കേതിക മികവിലും സവിശേഷതയിലും എല്ലാം തന്നെ പുതിയ അന്തർവാഹിനി നിലവിലുള്ളതുമായി അതിനെ എല്ലാം തന്നെ മുന്നിലാക്കുന്ന ഒന്നാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ബൊറോയ് എ എന്നീ 4 തലമുറ അന്തർവാഹിനികളാണ് റഷ്യയുടെ അന്തർവാഹിനികളിൽ ഏറ്റവും അവിടെ ആധുനികമായി തന്നെ ഉള്ളത്. പുതിയ അന്തർവാഹിനിയുടെ വികസനം അത് തുടങ്ങിയതാകട്ടെ എന്നു മുതലാണ് എന്നത് കൃത്യമായി വെളിപ്പെടുത്താൻ ഇപ്പോൾ ആകില്ല എങ്കിൽ പോലും അന്തർവാഹിനിയിൽ അതിൽ ശേഷിയിൽ വലുത് അല്ലെങ്കിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത്. ആ ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ വലിയ രീതിയിൽ യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്നുകൊണ്ട് റഷ്യക്കെതിരായ കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന US നേതൃത്വത്തിലെ നാറ്റോ സഖ്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതാകും പുതിയ അന്തർവാഹിനി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പുതിയ അന്തർവാഹിനികൾക്ക് അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ തന്നെ അവയുടെ ശബ്ദം അത് തിരിച്ചറിയുക പ്രയാസമായിരിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ നാറ്റോയ്ക്ക് അവരുടെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പുറത്തെടുക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. വടക്കൻ അറ്റ്ലാന്റിക്കിലേക്കുള്ള പ്രവേശന കവാടമായ GIUK ഗ്യാപ്പ് ആകട്ടെ അത് വലിയ രീതിയിൽ കടൽ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നിരീക്ഷണവും പ്രതിരോധവും ഏർപ്പെടുത്താൻ നാറ്റോ നിർബന്ധിതമാകുമെന്നതാണ് ഇവിടെ വലിയൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. അതേസമയം യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്നുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലാണ് ആയുധ വികസന പദ്ധതിക്ക് റഷ്യ ഇപ്പോൾ വേഗം കൂട്ടിയിരിക്കുന്നത്. മുൻപാകട്ടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ടോർപിഡോയും ക്രൂയിസ് മിസൈലും നിർമ്മിച്ചത് റഷ്യ ലോകത്തെ വലിയ രീതിയിലാണ് ഞെട്ടിച്ചത്. ലോകത്ത് എവിടെയും ചെന്ന് ആക്രമണം നടത്താൻ റഷ്യയെ പ്രാപ്തമാക്കുന്ന ആയുധങ്ങളായിരുന്നു അവ. ഇതിനിടയിലാണിപ്പോൾ രഹസ്യമായി തന്നെ മറ്റൊരു പദ്ധതിയും നടക്കുന്നു എന്ന വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.